ഹലോ, വിഷുവൊക്കെ അല്ലേ. അപ്പോൾ അതിന് കണിയൊരുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം സാധനമൊക്കെ മേടിക്കാൻ പോയതാണ്. അവർ സെറ്റായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒത്തിരി സാധനമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാത്രം നോക്കി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ണാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം പിടിച്ച്. അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കണിക്കൊന്ന വിൽക്കുന്നുണ്ട്. അപ്പോൾ അതും വാങ്ങി. കണിക്കൊന്നൊക്കെ ഇപ്പോൾ വാങ്ങേണ്ട അവസ്ഥ എന്ത് ചെയ്യും. എന്നിട്ട് രാത്രി തന്നെ നമ്മൾ കണിയെല്ലാം ഒരുക്കി വെക്കും. കണിയെല്ലാം ഒരുക്കി വെച്ചിട്ട് രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടിട്ട് നേരെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. മുണ്ടും മടക്കി, അതെ, മുണ്ടൊക്കെ മടക്കി കുത്തി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്പലത്തിൽ വലിയ തിരക്കില്ലെന്നാണ് വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ക്യൂ ഒക്കെ നിന്ന് കയറുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ചന്ദനമൊക്കെ ഇട്ട് അവിടെ നല്ലൊരു കണ്ണാടി ഇരിപ്പുണ്ട്. നല്ല രസമാണ് കണ്ണാടിയിൽ നോക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻ എനിക്ക് ചന്ദനമൊക്കെ ഇട്ട് തന്നുകൊണ്ടിരിക്കുമോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയെല്ലാം നടന്ന് നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ അവിടുന്ന്. അങ്ങനെ അവിടുന്ന് ഒരു ലഡുവും കിട്ടി. കണ്ണൻ ലഡു കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ വരുന്നത്. അങ്ങനെ കൈനീട്ടമൊക്കെ കിട്ടി, ലഡുവും കിട്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ.